ചരിത്രമെഴുതി മെസ്സിയുടെ ഫ്രീ കിക്ക് ഗോൾ. ക്ലബ്ബ് ലോകകപ്പിൽ FC പോർട്ടോയെ വീഴ്ത്തി ഇന്റർ മയാമി. ടൊലാസ്കോ സെഗോവിയ ആണ് മയാമിക്കായി വല ചലിപ്പിച്ച മറ്റൊരു താരം. ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പിൽ ആദ്യ ജയം നേടി ഇന്റർ മയാമി. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ പോർച്ചുഗൽ ക്ലബ്ബ് FC പോർട്ടോയെ 1-നെതിരെ 2 ഗോളുകൾക്ക് വീഴ്ത്തിയാണ് മയാമി ക്ലബ്ബ് ലോകകപ്പിന്റെ ആദ്യ വിജയം നേടിയത്. ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ ഫ്രീ കിക്ക് ഗോൾ മയാമി വിജയത്തിൽ നിർണായകമായി. ടെലാസ്കോ സെഗോവിയ ആണ് മയാമിക്കായി വല ചലിപ്പിച്ച മറ്റൊരു താരം. 8-ാം മിനിറ്റിൽ FC പോർട്ടോയാണ് മത്സരത്തിൽ ആദ്യം മുന്നിലെത്തിയത്. പോർട്ടോ സംഘത്തിന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി സാമുവൽ അലൈൻഖോവ വലയിലാക്കി. പിന്നാലെ 19-ാം മിനിറ്റിൽ തിരിച്ചുവരവിന് മയാമി ശ്രമം ഉണ്ടായെങ്കിലും ഗോൾ വല ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. മെസ്സിയുടെ പാസിൽ ലൂയിസ് സുവാരസിന്റെ ഷോട്ട് പോർട്ടോ ഗോൾ കീപ്പർ പ്രതിരോധിച്ചിട്ടു. 44-ാം മിനിറ്റിൽ ബോക്സിന് പുറത്തു നിന്നും പോർട്ടോ താരം അലൻസ് വരേലയുടെ ഷോട്ട് പോസ്റ്റിൽ തട്ടിത്തെറിച്ചു. 1 ഗോളിന്റെ ലീഡിൽ ആദ്യ പകുതി അവസാനിപ്പിക്കാൻ പോർട്ടോയ്ക്ക് കഴിഞ്ഞു. 2-ാം പകുതിയിലാണ് മെസ്സിയും സംഘവും തിരിച്ചടിച്ചത്. 47-ാം മിനിറ്റിൽ ടെലാസ്കോ സെഗോവിയയുടെ ഗോൾ പിറന്നു. തൊട്ടു പിന്നാലെ 54-ാം മിനിറ്റിൽ മെസ്സിയുടെ ഗോളും വന്നു. ബോക്സിന് പുറത്ത് ലഭിച്ച ഫ്രീ കിക്ക് തന്റെ ഇഷ്ട ഇടങ്കാൽ ഷോട്ടിലൂടെ മെസ്സി വലയിലാക്കി. ഇന്റർ മയാമിക്കായി മെസ്സിയുടെ 50-ാം ഗോളാണിത്. 61-ാം മത്സരത്തിലാണ് താരത്തിന്റെ ഈ നേട്ടം. ഫുട്ബോൾ ചരിത്രത്തിൽ 1250 ഗോൾ സംഭാവനകൾ നൽകുന്ന ആദ്യ താരമാകാനും മെസ്സിക്ക് കഴിഞ്ഞു. 866 ഗോളുകളും 384 അസിസ്റ്റുകളും ഉൾപ്പെട്ടതാണ് ഇതിഹാസത്തിന്റെ ചരിത്ര നേട്ടം. മത്സരത്തിന്റെ 72-ാം മിനിറ്റിൽ സമനില ഗോളിനായുള്ള പോർട്ടോ താരം ഫ്രാൻസിസ്കോ മൗറോയുടെ ശ്രമം വിഫലമായി. 81-ാം മിനിറ്റിൽ സാമുവോ അലൻഹോവ 2-ാം ഗോളിന് ശ്രമിച്ചെങ്കിലും നിരാശനായി. ഫലം ഒടുവിൽ നിശ്ചിത സമയം പൂർത്തിയായപ്പോൾ ഇന്റർ മയാമി ക്ലബ്ബ് ലോകകപ്പിലെ ആദ്യ വിജയം ആഘോഷിച്ചു. അടുത്ത മത്സരത്തിൽ ബ്രസീലിയൻ ക്ലബ്ബ് AE പാൽമീറസിനെതിരെ സമനിലയെങ്കിലും നേടാനായാൽ ഇന്റർ മയാമിക്ക് ക്ലബ്ബ് ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ കടക്കാം.